അങ്ങനെയൊക്കെ വരും. ഒന്ന് മനസ്സിലാക്കേണ്ടത്, ശിമയോൻ പറഞ്ഞത് എന്താ? എൻ്റെ കണ്ണുകൾ കണ്ടു. എന്താ കണ്ടേ? സകല ജനതകൾക്ക് വേണ്ടി, സകല മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷ എൻ്റെ കണ്ണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, രക്ഷ എന്തിനാ വന്നത്? പെട്ടെന്ന് അതിനെ ഇന്ന് നമ്മൾ കാലത്ത് പാടിയത് എന്താ? എന്ത് പാടിയ? ആദത്തിൻ്റെ 60 പേജ് 60 പേജ് 60. ആദം പാപം ഏറിയിടത്ത് കൃപ വർദ്ധിച്ചു. ആദം തൻ്റെ ശരീരത്താൽ മാനവരാശിയെ നിഹനിച്ചു. മിശിഹ തൻ്റെ ശരീരത്താൽ മർത്യന്. കേസ് ജയിച്ചോ? എന്താ ഇവിടുത്തെ കേസ്? ആദം എന്തെല്ലാം ചെയ്തുവോ അതെല്ലാം രണ്ടാം ആദം റിപ്പയർ ചെയ്തു. കുരിശിനാൽ അവൻ ലോകത്തെ വീണ്ടെടുത്തു. മൂന്നാം തലം. എന്താ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ? എന്തെല്ലാം നശിപ്പിക്കപ്പെട്ടുവോ അതെല്ലാം വീണ്ടെടുത്തു. നമുക്കങ്ങ് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിനാണ് ഈ അടുത്ത ക്ലാസ്സുകളൊക്കെ ഉള്ളത്. എപ്പോൾ വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചോ കേട്ടോ, ഒരു വിരോധമില്ല. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഈ സംശയം മാറുള്ളൂ. സംശയം മാറണം, നമ്മുടെ വിശ്വാസത്തിൽ സംശയം മാറണം. ഞാനീ പറയണത് എല്ലാം, അല്ലെങ്കിൽ ഈ പറയണത് ഒന്നും തന്നെ എൻ്റെ വ്യക്തിപരമായ ഒരഭിപ്രായമല്ല. ഇതിനെല്ലാം ഉപോത്ബലകമായി പാരഗ്രാഫ് സഹിതം കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ നിന്നും ടീച്ചിങ്സ് ഉള്ളതാണ് ഈ പറയണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റെഫറൻസ് സഹിതം നിങ്ങൾ എഴുതി വെക്കണം, അത് പഠിക്കണം. അങ്ങനെ നമ്മൾ വിശ്വാസത്തിൻ്റെ കരുത്തുണ്ടാകണം. ക്രിസ്തു ഇത്രയും നമുക്ക് നേടിത്തന്നിട്ട് നമ്മൾ അവരെയൊക്കെ നശിച്ചു പോകുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ വിശ്വാസത്തിന് കരുത്തുണ്ടോ? അങ്ങനെയുള്ള ഒരു വിശ്വാസം കൊണ്ട് നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റില്ല. അതാണ് ഈശോ പറഞ്ഞത്, അവരെ വിട്ടേക്ക്. എന്താ പിന്നെ പറഞ്ഞത്? അവര് വേണ്ട, പറയണ്ട അല്ലേ? എന്നാലും പറയാം. അന്ധനെ അല്ലെങ്കിൽ അന്ധരെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. അതുകൊണ്ട് അവരെ ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കണ്ട. ഇത് നല്ല അർത്ഥത്തിൽ ചിന്തിക്കണം. എന്താണ് അന്ധത എന്ന് പറയുന്നത്? യഥാർത്ഥമായ സത്യം, യേശുവിനെക്കുറിച്ചുള്ള യഥാർത്ഥമായ സത്യം അറിയാത്ത അവസ്ഥയാണ് അന്ധത. അതാണ് ഫരിസേയരുടെ പ്രശ്നമായിരുന്നത്. ഈ നിയമജ്ഞരും ഫരിസേയരും എല്ലാ ദിവസവും സങ്കീർത്തനങ്ങളെല്ലാം പാടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സങ്കീർത്തനത്തിലും നിയമത്തിൻ്റെ പുസ്തകത്തിലും മോശയുടെ പുസ്തകത്തിലും പ്രവാചക പുസ്തകത്തിലും എല്ലാം എഴുതിയിട്ടുള്ള വരാനിരിക്കുന്ന ഒരാളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ ആൾ അവരുടെ മുമ്പിൽ വന്ന് നിന്നിട്ടും അവരുടെ അന്ധത കൊണ്ട് അവർക്ക് മനസ്സിലാവുന്നില്ല. അതിന് രണ്ട് വശമുണ്ട്. അതവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുമില്ലായിരുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ചൈതന്യം വഹിക്കുന്ന നമ്മൾക്ക് ഇനിയും അന്ധതയിൽ നിൽക്കാൻ പാടില്ല. പ്രകാശം ഉദിച്ചു, നമ്മൾ പ്രകാശത്തിൻ്റെ മക്കളാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ പഠിക്കണം. ഞാൻ ഈ പറയുന്നതെല്ലാം ഒരു കഴിഞ്ഞ 25 വർഷത്തെ പഠനമാണ്. ഒരു ദിവസത്തെയോ കുറച്ച് നാളത്തെ അല്ല. എന്നാൽ പരിശുദ്ധാത്മാവിലൂടെ, സഭയുടെ പ്രബോധനങ്ങളിലൂടെ, മാർപ്പാപ്പന്മാരുടെ പ്രബോധനങ്ങളിലൂടെ, വിശുദ്ധന്മാരുടെ പ്രബോധനങ്ങളിലൂടെ, വേദപാരംഗതന്മാരുടെ പ്രബോധനങ്ങളിലൂടെ കടന്നു പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്കുണ്ടോ ഇല്ലയോ? നിങ്ങളോട് ഇതായിരിക്കും ചോദിക്കാൻ പോണത് അവിടെ നിന്നിട്ട്. നിങ്ങൾ ആ പുസ്തകമെല്ലാം പെട്ടിയിൽ വെച്ചിരിക്കുകയാണ് ഇപ്പോഴും. ഇതൊക്കെ എടുത്ത് വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കും. നമ്മൾക്ക് മനസ്സിലാകേണ്ട യഥാർത്ഥ വെളിച്ചം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് വിശ്രമിക്കാൻ പറ്റില്ല.
വിശ്രമിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ നോക്ക്, എനിക്ക് വിശ്രമം ഇല്ല. എനിക്ക് വിശ്രമമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡയറിയിൽ ഒരു വർഷത്തെ ആൾമോസ്റ്റ് ഫുള്ളാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ചെക്ക് റിപ്പബ്ലിക് വരെയുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലാണ് എന്നെ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. ഒന്നെനിക്കറിയാം, കുറച്ചൊക്കെ സത്യം നമുക്ക് മനസ്സിലായിരിക്കുന്നു. ഈ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ സത്യം നിങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വിശ്രമം ഉണ്ടാവില്ല. നിങ്ങളെ കർത്താവ് ഉപയോഗിക്കും, ശക്തമായിട്ട് ഉപയോഗിക്കും. നിങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കപ്പെടുന്നില്ലെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, ഞാനിങ്ങനെയൊക്കെ പറയണത് കൊണ്ട് ക്ഷമിക്കരുതേ. നിങ്ങളെ ആരെങ്കിലും സുവിശേഷ വേലയ്ക്ക് വിളിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാര്യം സുവിശേഷം പൂർണ്ണമായിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് സുവിശേഷം എന്താണെന്നുള്ളത് പഠിക്കണം. ഓക്കെ, ഇനി നമ്മൾ സങ്കീർത്തനത്തിലേക്ക് മടങ്ങി പോവുകയാണ്. കുഴപ്പമില്ല, നമ്മൾ ആ ട്രാക്കിൽ തന്നെയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞതെല്ലാം വാസ്തവത്തിൽ എങ്ങനെ വന്നതാണ്? ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, എന്നിട്ടും അവയുടെ സ്വരം. ഒന്ന് ചുമ്മാ എഴുന്നേറ്റ് നിന്ന് ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പാടിയേ, ഒരു മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഇനി വേറെ റെസ്റ്റൊന്നുമില്ല. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളമെത്തുന്നു. അവിടെ സൂര്യനൊരു കൂടാരം അവിടുന്ന് നിർമ്മിച്ചിരിക്കുന്നു. മണവറയിൽ നിന്നു മണവാളനെന്ന പോലെ സൂര്യനതിൽ നിന്നും പുറത്തു വരുന്നു. മല്ലനെ പോലെ പ്രസന്നതയോടെ അവൻ ഓട്ടമാരംഭിക്കുന്നു. ആകാശത്തിൻ്റെ ഒരറ്റത്ത് അവനുദിക്കുന്നു, മറ്റേ അറ്റത്ത് അവന്റെ അയനം പൂർത്തിയാകുന്നു. അവന്റെ ചൂടിൽ നിന്നൊളിക്കാനൊന്നിനും കഴിയുകയില്ല. ഇരിക്കാം. വളരെ അതിമനോഹരമായൊരു ക്ലൈമാക്സിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ് സങ്കീർത്തനത്തിൻ്റെ. നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണൂല ഈ സങ്കീർത്തനത്തിന് ഇങ്ങനൊരു അർത്ഥമുണ്ടാകുമെന്ന് കേട്ടോ. പ്രതീകങ്ങളുടെ ഒരു സമ്മേളനമാണ്. എല്ലാ വാക്കും പ്രതീകങ്ങളാണ് ഇവിടെ, എല്ലാ വാക്കുകളും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അതെല്ലാം ഇതിൻ്റെ ആവശ്യമുള്ള ഘടകമാണ്. എവിടെയാണ് ഇവിടെ ഘടകം? അതായത് ഭക്ഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, എന്നിട്ടും അവയുടെ സ്വരം ലോകത്തിൻ്റെ അതിർത്തി വരെ പോകും എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും യേശുവിനെ അറിയുകയും യേശുവിനെ ആരാധിക്കുകയും യേശുവിൽ പുതിയ സൃഷ്ടിയാകുന്ന ഒരു സമയം വരും. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നതും പാടുന്നതും. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. ഇത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നുവോ? ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കണത് കൊണ്ട് പ്രയാസമില്ലല്ലോ. നമ്മുടെ വിശ്വാസം ഇങ്ങനെ ഉയരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ BJP, RSS, ശിവസേന, എല്ലാ ബുദ്ധിസ്റ്റുകാരും, ISSകാർ വരെ എല്ലാവരും യേശുവിൽ വിശ്വസിക്കും. കാരണം അവരെല്ലാവരുടെയും പാപത്തിന് യേശു പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിത് വിശ്വസിക്കുന്നുവോ?
ഇതൊക്കെ കുർബാനയിലുള്ള പ്രാർത്ഥനകളാണ്. മനുഷ്യവംശത്തിൻ്റെ പ്രത്യാശയായ കർത്താവേ പറയുന്നുണ്ടോ? കുർബാനയിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ? അങ്ങേ അർപ്പിക്കുന്ന ബലി ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയാണെന്ന് പറയുന്നുണ്ടോ? അപ്പോൾ ആ അത്രയ്ക്ക് വിശാലമായ ഒരു ചക്രവാളം നമ്മൾ കാണണം. ഓക്കെ, അങ്ങനെ ഈശോയ്ക്ക് 1000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിരിക്കുകയാണ്, ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു, അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളമെത്തുന്നു. സ്റ്റോപ്പ്. അപ്പോൾ ഇത്രയും ആകുമ്പോഴേക്കും ലോകം മുഴുവനും സുവിശേഷം അറിയും. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഫരിസേയരും നിയമജ്ഞരും പ്രഘോഷിച്ചിരുന്ന മോശയുടെ നിയമമല്ല സുവിശേഷം, മറിച്ച് കർത്താവ് യേശു മിശിഹായിലൂടെ യേശുവിൻ്റെ രക്ഷാകരമായ കരുണയുടെ സുവിശേഷം. അതിന് പിന്നീട് വിശദാംശത്തിലേക്ക് പോകാം. ആ അർത്ഥത്തിലാണ് ഈശോ പറയുന്നത്, മത്തായി 24:14 പറയുന്നത്, രാജ്യത്തിൻ്റെ എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി, എല്ലാ ജനതകളുടെയും, ഒന്നെല്ലാവരും കരമുയർത്തിക്കൊണ്ട്, എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി, ഉച്ചത്തിലൊന്ന് വിളിച്ചു പറഞ്ഞേ, എല്ലാ ജനതകളുടെയും, ഒന്നുകൂടി ഉച്ചത്തില്, എല്ലാ ജനതകളുടെയും, ഒന്ന് ഭാവനയിൽ കണ്ടുകൊണ്ട് എല്ലാ BJP, ശിവസേന, RSS, IS ഇവരെല്ലാവരെയും മനസ്സിൽ കണ്ടുകൊണ്ട് എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അതിനുശേഷം അന്ത്യം ആഗതമാകും. വിശ്വസിക്കുന്നുവോ? അപ്പോൾ അത് പലതരത്തിലാകാം. നമ്മൾ മൈക്കെടുത്ത് പ്രസംഗിക്കണതൊന്നുമല്ല സുവിശേഷം. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു, അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളമെത്തുന്നു. കണ്ടോ? അതായത് നമ്മുടെ വിശ്വാസത്തിലൂടെ, നമ്മുടെ കോണ്ടംപ്ലേഷനിലൂടെ. ഇപ്പം ഞാനിവിടെ നിന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ പറയുമ്പോൾ ഇതെൻ്റെ ശക്തിയാണെന്ന് നിങ്ങൾക്ക്, എൻ്റെ ശക്തി അല്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ഉണ്ടല്ലോ. ഇത് ആരുടെയോ അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ഇരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ടീം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന അവരുടെ ആ കോണ്ടംപ്ലേഷനിലൂടെയാണ്. അപ്പം ഇങ്ങനെ ഞാൻ പറയാതെ തന്നെ ഈ കോണ്ടംപ്ലേഷനിലൂടെ കൊച്ചു ത്രേസ്യയും അമ്മ ത്രേസ്യയും യോഹന്നാൻ ക്രൂസും ഒന്നും ഒരുപാട് സ്ഥലത്തൊന്നും പോയി സുവിശേഷം പ്രഘോഷിച്ചില്ല. പക്ഷേ കൊച്ചു ത്രേസ്യയാണ് ലോക സുവിശേഷവൽക്കരണത്തിൻ്റെ മധ്യസ്ഥ. കോണ്ടംപ്ലേഷനിലൂടെ അവൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ലിസിയിൽ ഒരുപാട് പ്രാവശ്യം പോകാറുണ്ട്, അവിടെ താമസിച്ചിട്ടുണ്ട്, കൊച്ചു ത്രേസ്യയുടെ വീട്ടിലും. അവിടെ എല്ലാം ഞാൻ ഒരു സ്ഥിര എന്താ പറയുക വിസിറ്ററാണ്. അപ്പോൾ ഒരിക്കൽ ഞാനവിടെ അവിടുത്തെ ലിസിയു കത്തീഡ്രലിൽ വികാരിയച്ഛനും ഞാനുമായിട്ട് നല്ല പരിചയമാണ്. അപ്പോൾ എന്നെ ഈ ജനമധ്യത്തിൽ അദ്ദേഹം കണ്ടു, എളുപ്പം കണ്ടു. കാരണം അവരെ വെച്ച് നോക്കുമ്പോൾ ഞാൻ കറമ്പനാണ്, അവർ വെളുമ്പനാണ്. അതുകൊണ്ട് വെള്ള ആൾക്കാരുടെ ഇടയിൽ ഒരു ഇന്ത്യക്കാരനിരിക്കുമ്പോൾ പെട്ടെന്ന് കണ്ട. അതുകൊണ്ടാണ് അദ്ദേഹം ഉടനെ വിളിച്ചു, ഹേയ് തോമസ് പോൾ പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ഇന്ന് കൊച്ചു ത്രേസ്യയുടെ അതായത് ഇന്ന് മിഷൻ സൺഡേ ആണ്. മിഷൻ സൺഡേ എന്ന് പറഞ്ഞാൽ ലോക സുവിശേഷവൽക്കരണത്തിൻ്റെ ദിവസമാണ്, കൊച്ചു ത്രേസ്യയുടെ പ്രധാന ദിവസമാണ്. അതുകൊണ്ട് നമുക്കിന്ന് ഇന്ത്യയിൽ നിന്ന് ഒരു
ഒരു സുവിശേഷകൻ ഇവിടെ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ടൊന്ന് ആൾക്കാരുടെ അടുത്ത് നിർത്തി ബഹുമാനിച്ചു. കണ്ടോ കൊച്ചുലിസിയുടെ പ്രവർത്തനങ്ങൾ നോക്കി. അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ലിസ്യുവിലെ ഗ്രാമത്തിൽ വളർന്ന ഈ കൊച്ചു ത്രേസ്യയെ അറിയാത്തവർ ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു വീട്ടുകാരുണ്ടോ ക്രിസ്ത്യാനികളുടെ ഇടയിൽ? ഇല്ലേ? എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടറിയാം? കൊച്ചു ത്രേസ്യ പ്രാർത്ഥിച്ചത് മുഴുവനും ആർക്ക് വേണ്ടിയാണ്? ലോകം മുഴുവനും വേണ്ടിയാണ്. ലോകം മുഴുവനും വേണ്ടി. അപ്പം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കോണ്ടംപ്ലേറ്റീവ് പവർ എന്ന് പറയുന്നത് നമ്മൾ ഒരാത്മാവ്, നിങ്ങൾ ഒരു കന്യാസ്ത്രീ, നിങ്ങൾ ഒരാത്മാവിലൂടെ ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക്, ലോകം മുഴുവനിലേക്കും ഈ രക്ഷയുടെ സുവിശേഷം പ്രസരിക്കാം. ആ അർത്ഥത്തിലാണ് ഈശോ പറഞ്ഞത്, നീ ലോകത്തിൻ്റെ പ്രകാശമാണ്, നീ ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഉപ്പ് രുചി പകരാനാണ് നമ്മൾ ഈയിടെയൊക്കെ അധികം ഉപയോഗിക്കുന്നത്. പക്ഷേ മുൻകാലഘട്ടങ്ങളിലെല്ലാം ഉപ്പ് ഉപയോഗിക്കാറുള്ളത് കെട്ടുപോകാതെ. ഇറച്ചി മീനെല്ലാം ഉപ്പിലിട്ട് വയ്ക്കുമായിരുന്നു. ഇന്ന് നമ്മൾ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വയ്ക്കുമായിരുന്നു. ഉപ്പിലിട്ടാൽ അത് കെട്ടുപോകില്ല. എന്ന പോലെ ഫറവോമാരുടെ ശരീരം ഒരുതരം ഉപ്പിലിട്ട് വെച്ചുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കുകയാണത്, ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് എന്ന് പറയുന്നത് പ്രതീകാത്മകമായി രക്ഷയുടെ, ഒരാത്മാവിനെ രക്ഷിക്കാൻ നിങ്ങൾ മറ്റൊരാത്മാവിന് സാധിക്കുമെന്നതാണ്. വിശ്വാസമില്ലാത്ത, ദൈവത്തെ അറിയാത്ത ഒരാത്മാവിനെ രക്ഷിക്കാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാത്മാവിന് ഉപ്പാകാൻ സാധിക്കുമെന്നതാണ് മനസ്സിലാക്കേണ്ടത്. അത്രയ്ക്ക് ശക്തമാണ് വിശ്വാസത്തിൻ്റെ, നമ്മളുടെ വിശ്വാസത്തിൻ്റെ ആ ശക്തി. അപ്പോൾ ഇതിലൂടെ ഈ ഭാഷണമില്ല, വാക്കുകളുടെ ശബ്ദമൂലം കേൾക്കാനില്ല, എന്നിട്ടും ഈ സ്വരം, ഈ യേശുവിൻ്റെ രക്ഷാകരമായ രഹസ്യങ്ങൾ ലോകാതിർത്തികൾ വരെ പോയി എല്ലാ ജനതയെയും രക്ഷിക്കും എന്ന് യേശുവിന് 1000-ലധികം വർഷം മുമ്പ് നൽകിയിരിക്കുന്ന പ്രവചനമാണിത്. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും. ഇനി എല്ലാവരും ശ്രദ്ധിക്കണം, അടുത്ത ഭാഗമാണ് വളരെ മനോഹാരിത നിറഞ്ഞൊരു ഭാഗമാണ്. അങ്ങനെ ഈ ലോകം മുഴുവനും യേശുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ എന്ത് സംഭവിക്കുന്നു? അവിടെ സൂര്യനൊരു കൂടാരം ചിരിക്കുന്നു, മണവറയിൽ നിന്ന് മണവാളനെന്ന പോലെ സൂര്യനതിൽ നിന്നും പുറത്തു വരുന്നു, മല്ലനെ പോലെ പ്രസന്നതയോടെ അവൻ. സ്റ്റോപ്പ്. പ്രതീകങ്ങളാണ്. ഇതിനെ മനോഹാരിത നിറഞ്ഞ പ്രതീകങ്ങളെ മനസ്സിലാക്കാൻ പോവുകയാണിപ്പോൾ. മല്ലൻ എന്ന പോയിന്റിൽ നിന്ന് ആദ്യം എടുക്കാം നമുക്ക്, എന്നിട്ട് പോലോട്ട് പോകാം. മല്ലൻ എപ്പോഴാണ് പ്രസന്നതയോടെ വരുന്നത്? മല്ലൻ പ്രസന്നതയോടെ വരുന്നത് എപ്പോഴാ? യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പോൾ. പ്രൈസ് ദ ലോർഡ്. സന്തോഷമായല്ലോ. യുദ്ധം ജയിച്ചു കഴിഞ്ഞിരിക്കുമ്പോൾ മല്ലൻ പ്രസന്നതയോടെ വരുന്നു. പക്ഷെ എവിടെ നിന്നാണ് വരുന്നത്? മണവറയിൽ നിന്ന് മണവാളനെന്ന പോലെ. കണ്ടോ, മണവറയിൽ ആരാ? മണവറയിൽ മണവാട്ടി. ഈ മണവാട്ടിയാകുന്ന, ദൈവജനമാകുന്ന, സഭയാകുന്ന മണവാട്ടിയെ പൂർണ്ണമായി വിജയശ്രീലാളിതമായി ജയിച്ചുകൊണ്ട് മല്ലനെ പോലെ വറത്തു വരുന്നു. പ്രൈസ് ദ ലോർഡ്. അതാണ് കർത്താവിൻ്റെ രണ്ടാം വരവ്. അപ്പോൾ രണ്ടാം വരവ് എന്ന് പറഞ്ഞാൽ നമ്മളെ നശിപ്പിക്കാനല്ല വരുന്നത്. ലോകം അവസാനം എന്ന് പറയുന്നത് മനുഷ്യരുടെ അവസാനത്തെ അല്ല, വിജയത്തിൻ്റെ അവസ്ഥയാണ്. ഈ ലോകത്തെ മുഴുവനും പാപത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും പിശാചിൻ്റെയും പ്രവർത്തനത്തിൽ നിന്നും വിജയിച്ചുകൊണ്ട്
അവരിൽ നിന്നും വിജയിച്ചുകൊണ്ട് മല്ലനെ പോലെ പ്രസന്നതയോടെ പുറത്തു വരുന്നു. മണവറയിൽ നിന്ന് മണവാളനെന്ന പോലെ സൂര്യനതിൽ നിന്ന് പുറത്തു വരുന്നു മല്ലനെ പോലെ പ്രസന്നതയോടെ അവൻ. കേട്ടോ, ഇപ്പൊ ഇവിടെ സൂര്യൻ ഒരു പ്രതീകമാണ്. ഇവിടുത്തെ സൂര്യൻ എന്ന പ്രതീകവും സൂര്യൻ എന്നത് കർത്താവ് ഈശോ മിശിഹായുടെ തന്നെ ഒരു പ്രതീകമാണ്. ഇവിടുത്തെ സൂര്യൻ എന്ന് പറയുമ്പോൾ ഭയങ്കര രസകരമാണിത്. ഈ സൂര്യനെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പം ഇവിടെ ആർക്കും സൂര്യനെ കാണാൻ പറ്റുന്നില്ല, പക്ഷെ സൂര്യനുണ്ടോ? സൂര്യനുണ്ട്. അപ്പോൾ സൂര്യൻ 24 മണിക്കൂറിനകത്ത് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സൂര്യനെ എല്ലാ ദിവസവും കാണും. എല്ലാ ദിവസവും കാണുമോ ഇല്ലയോ? ഒന്നാലോചിച്ച് നോക്കിയേ, ഈ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യർക്കും ഒരു ദിവസം 24 മണിക്കൂറിനകത്ത് സൂര്യനെ ഒരു പ്രാവശ്യം കാണാൻ പറ്റും. ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷേ നമ്മൾ ഉച്ചയ്ക്ക് കണ്ടു. ഇപ്പോൾ അമേരിക്കയിലോ ആ ഭാഗത്തുള്ള ആളുകൾ സൂര്യനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒന്ന് കൈവീശി കാണിച്ച്, ഇതിപ്പോൾ വിടല്ലേ, ഇത് ഭയങ്കര രസകരമാണ്. ഇപ്പോൾ നിങ്ങൾ ഉറങ്ങല്ലേ? സൂര്യനെ അവൻ്റെ ചൂടിൽ നിന്നൊളിക്കാനാർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ, ഈ സൂര്യനെ പോലെ യേശു രാജാതിരാജനായി വീണ്ടും വരുമ്പോൾ, ഈ സൂര്യനേക്കാൾ വലിയ പ്രകാശത്തിൽ വരുമ്പോൾ, ആ മണവാളനെ പോലെ, മണവാളൻ മല്ലനെ പോലെ വിജയശ്രീലാളിതനായി വരുമ്പോൾ, സൂര്യനെ പോലെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ അവനെല്ലാവരെയും ദർശിക്കും. അവൻ്റെ ചൂടിൽ നിന്നൊളിക്കാനാർക്കും കഴിയുകയില്ല. അതായത് അവൻ്റെ ആ ചൂട്, ആ ഉയർപ്പിക്കുന്ന കർത്താവ്, ആ ലോകത്തെ മുഴുവനും വിജയിപ്പിച്ച കർത്താവ് വീണ്ടും ലോകം മുഴുവനെയും പിതാവിന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് പുതിയ ഒരാകാശം, പുതിയ ഭൂമി ഉണ്ടാകുന്നത്. അതാണ് നമ്മൾ പാടുന്നത്. പണിയും നോർസ്ലേം നഗരി, ചിതറിയൊരു ഇസ്രായേൽ ജനതയെ നാഥൻ വീണ്ടും ചേർക്കുന്നു. പണിയുന്നോർസ്ലേം നഗരി അവൻ കരുണാവാരിധി അവനല്ലോ. ഓക്കെ, ഇനി ആ സങ്കീർത്തനം ഒന്നുകൂടി പാടിയേ. ഇവിടെ മുതൽ അവൻ ഇല്ലല്ല, ഭാഷണമില്ല, അവിടെ മുതൽ പാട്. അവിടെ മുതൽ എല്ലാവരും ഒന്ന് പാടിയിട്ട് ഈ അർത്ഥത്തിലൊന്ന് ചിന്തിച്ചേ. ഈ അർത്ഥത്തിലൊന്ന് ചിന്തിച്ചുകൊണ്ട് പാടിയേ. ഭാഷണമില്ല, വാക്കുകളില്ല, എല്ലാവരും ശബ്ദം പോലും കേൾക്കാനില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവരുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളമെത്തുന്നു. അവിടെ സൂര്യൻ ഒരു കൂടാരം അവിടുന്ന് നിർമ്മിച്ചിരിക്കുന്നു. മണവറയിൽ നിന്ന് മണവാളൻ എന്ന പോലെ സൂര്യൻ അതിൽ നിന്ന് പുറത്തു വരുന്നു. മല്ലനെ പോലെ പ്രസന്നതയോടെ അവൻ ഓട്ടമാരംഭിക്കുന്നു. ആകാശത്തിൻ്റെ ഒരറ്റത്ത് അവനുദിക്കുന്നു, മറ്റേ അറ്റത്ത് അവൻ്റെ അയനം പൂർത്തിയാകുന്നു. അവൻ്റെ ചൂടിൽ നിന്നൊളിക്കാനൊന്നിനും കഴിയുകയില്ല, കഴിയുകയില്ല. ഓ ജ്ഞാനമേ, ഇവയെല്ലാം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഇപ്പോൾ നമ്മൾ ഈ സങ്കീർത്തനത്തിൻ്റെ ഇത്രയും ഭാഗത്തിൽ
സൃഷ്ടി മുതൽ, ആകാശം ഭൂമിയും സൃഷ്ടിച്ച ആ സൃഷ്ടി മുതൽ ഈ സൃഷ്ടി മുഴുവൻ്റെയും പുതിയ സൃഷ്ടിയാകുന്നത് വരെയുള്ള കാര്യങ്ങളാണോ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്? മനസ്സിലാവുന്നുണ്ടല്ലോ? മനസ്സിലായോ ഇല്ലയോ? അപ്പോൾ ഇനി ഈ സങ്കീർത്തനം കൂടെ കൂടെ പാടുമ്പോൾ വാസ്തവത്തിൽ ഈശോയോടൊപ്പം ഈ ലോക സുവിശേഷവൽക്കരണത്തിൻ്റെ ആ ഒരു കോൺടെംപ്ലേറ്റീവ് തലത്തിലേക്ക് നമ്മൾ അങ്ങ് ഉയരുകയാണ് ചെയ്യണത്. അത് നമ്മുടെ ഹൃദയത്തിൽ ഭയങ്കര ഒരു തരംഗമായിട്ടങ്ങ് മാറും. അങ്ങനെ ആ വരാനിരിക്കുന്ന ആ മണവറയിൽ നിന്ന് മണവാളൻ വിജയശ്രീലാളിതനായി മലനെപ്പോലെ പ്രസന്നതയോടെ പുറത്തു വരുന്ന ആ ദിവസത്തെ ഇപ്പോഴേ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഓരോ ചെറിയ കാര്യങ്ങളും അതിലേക്കാണ് നമ്മൾ ചേർത്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള വിശ്വാസം നമുക്ക് കിട്ടും. പ്രൈസ് ദ ലോർഡ്. ഇപ്പം നിങ്ങളാരോ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, തോമസ് പോളെ നിനക്കിതൊക്കെ എങ്ങനെ മനസ്സിലായി? ഇങ്ങനെ ആരോ ചിന്തിക്കുന്നുണ്ട്. ഉണ്ടാവുമായിരിക്കില്ലേ? എന്നാൽ അതിൻ്റെ ഉത്തരം ഇതാണ്: വെളുപ്പിന് എഴുന്നേറ്റ് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ഇത് നടക്കുന്നത്. അതാണ് ഇനി നാളെ മുതൽ നമ്മൾ ചെയ്യാൻ പോണത്. സാധാരണ നിങ്ങൾ 5-5:30 എണീക്കും. പക്ഷെ നാളെ ഒരു ദിവസം നമുക്ക് വെളുപ്പിന് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ സാധാരണ എണീക്കണ സമയത്ത് എണീറ്റാൽ പോരാ. അതാണ്. വേണമെങ്കിൽ നമുക്കൊരു ട്രയൽ നോക്കാം. വേറൊരു ഐഡിയ ഉണ്ട്. എനിക്ക് വേറൊരു അലാം സെറ്റപ്പ് ഉണ്ട്. ഞാൻ നിങ്ങളെ 4 മണിക്ക് ഉണർത്താം, നിങ്ങളറിയാതെ തന്നെ. നോക്കണമെന്ന് അലാറം ഒന്നും സെറ്റ് ചെയ്യണ്ട. തോമസ് പോളോ പരിശുദ്ധാത്മാവോ നിങ്ങളെ 4 മണിക്ക് എണ്ണിപ്പിക്കും. അങ്ങനെ ആഗ്രഹമുള്ളവർ ഇപ്പം സമ്മതിച്ചാൽ ഇപ്പം നമുക്ക് എൻ്റെ ആത്മാവുമായിട്ട് നിങ്ങൾ സെറ്റാക്കാം. ഒരു ട്രയലായിട്ടൊന്ന് നോക്കിയാലോ? എത്ര പേർക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്? അവരൊന്ന് കരമുയർത്തി. നാളെ 4 മണിക്ക് എൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിങ്ങളെ ഉണർത്തും. ഉണർന്നാൽ ഉടനെ കിടന്ന് ഉറങ്ങരുത്. ഉണർന്നാൽ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, കരമുയർത്ത് പ്രാർത്ഥിക്കാം. നമ്മളിപ്പോൾ അലാറം സെറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഇപ്പോൾ തൽക്കാലം നാളെ ഒരു ദിവസത്തേക്കുള്ള സെറ്റപ്പാണ്. കൈ ശരിക്കും ഉയർത്തി പിടിക്കുക. നിങ്ങൾ പൂർണ്ണ സമ്മതം തരണം. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നു: ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, നാളെ രാവിലെ 4 മണിക്ക് തോമസ് പോൾ ഉണരുന്ന സമയത്ത് എന്നെ ഉണർത്താൻ ഞാൻ സമ്മതം തരുന്നു. ഞങ്ങളുടെ ആത്മാവിനെ ഐക്യപ്പെടുത്തണമേ. ആമേൻ. സെറ്റായി. എന്തെല്ലാം പ്രാർത്ഥനാ മെത്തേഡുകളാണെന്നറിയാമോ? ഭയങ്കര രസമായത്. ഇനി വേറൊരു മെത്തേഡുണ്ട്. നിങ്ങളിനി എണീറ്റില്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിൻ്റെ അകത്ത് കയറി നിങ്ങളെ ഉണർത്താം. അതുകൊണ്ട് കാരണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തുള്ള പരിശുദ്ധാത്മാവ് തന്നെയാണ് എൻ്റെ അകത്തുള്ളത്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ എന്തോര പ്രവർത്തനങ്ങളാണെന്നറിയാമോ പരിശുദ്ധാത്മാവിൻ്റെ? ഓക്കെ, അപ്പോൾ ഈ ജ്ഞാനമാണ് നമ്മളിനി, ഞാൻ രാവിലെ മുതൽ ജ്ഞാനം പറയാൻ വേണ്ടി ഇരുന്നിട്ട് അങ്ങോട്ട് കയറണില്ല. ഇപ്പോൾ കുറച്ച് കയറാൻ പോകുന്നുണ്ടെന്ന് തോന്നണം. ജ്ഞാനം ഈശോ എന്ന് പറയുന്നത് ജ്ഞാനമാണ്. അതാണ് പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ, എല്ലാ ലേഖനങ്ങളിലും ആദ്യത്തെ അധ്യായത്തിൽ ഈശോയുടെ ജ്ഞാനത്തെക്കുറിച്ചാണ്. പിന്നെ പറഞ്ഞു അവസാനമാകുമ്പോഴേക്കും കരുണയും സ്നേഹത്തെക്കുറിച്ച് വരുന്നു. എല്ലാ ലേഖനങ്ങളിലും ആദ്യത്തെ അധ്യായം മുഴുവനും ജ്ഞാനത്തെക്കുറിച്ചാണ്. ഈശോ തന്നെ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അവസാനം പറയാണ്, സോളമൻ്റെ ജ്ഞാനം കാണാൻ വേണ്ടി ദൂരദേശത്ത് നിന്ന് ഒരു രാജ്ഞി വന്നു. അവൾ വിധി ദിവസത്തിൽ നിങ്ങളെ വിധിക്കുമെന്ന് അവൾ നിങ്ങളെ കുറ്റപ്പെടുത്തും. കാരണം ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. പക്ഷേ
ആരും അദ്ദേഹത്തിൻ്റെ ജ്ഞാനം കാണാൻ വരുന്നില്ല. ഇത് ഫരിസേയരോട് പറഞ്ഞതാണ്. നമ്മൾ സ്നാനം കിട്ടിയേക്കുന്ന ആൾക്കാരല്ലേ, നമുക്ക് ഈ ജ്ഞാനം മുഴുവനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകങ്ങൾ, ബൈബിളിലുള്ള ജ്ഞാനത്തിൻ്റെ പുസ്തകങ്ങളുടെ പ്രത്യേകത ഇതാണ്. ജ്ഞാനം എന്ന ഒരു പുസ്തകം തന്നെയുണ്ട്. പിന്നെ പ്രഭാഷകൻ, സുഭാഷിതങ്ങൾ, ജോബ്, സങ്കീർത്തനങ്ങൾ, ഇതെല്ലാം ജ്ഞാനത്തിൻ്റെ പുസ്തകങ്ങളാണ്.